ഹലോ ഗൈസ്, സോ നമുക്കിന്ന് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ഉണ്ടാക്കിയല്ലോ, ഒരു 4 മണി സ്നാക്സ് എന്ന രീതിയിൽ. അപ്പോൾ നമ്മളുടെ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവലുണ്ട്, ശർക്കരയുണ്ട്, പിന്നെ സ്ലൈസ്ഡ് ആക്കിയുള്ള പഴമുണ്ട്, തേങ്ങയുണ്ട്, ചിരവിയത്, പിന്നെ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം. അപ്പോൾ നമുക്ക് ആദ്യം ശർക്കര മിക്സ് ചെയ്യാം കേട്ടോ. ശർക്കര ഒരു 2 സ്പൂൺ ശർക്കര അല്ലെങ്കിൽ 3 സ്പൂൺ ശർക്കര. നമുക്കൊരു 2-3 പേർക്ക് ഉണ്ടാക്കാനായിട്ട് ഇതൊക്കെ അടിപൊളിയാണ്. നമുക്ക് തേങ്ങ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സ്ലൈസ്ഡ് ആയിട്ട് വെച്ചിട്ടുള്ള പഴം മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് ഇതൊന്ന് കുതിരാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഒഴിച്ച വെള്ളം കുതിരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല അടിപൊളിയാക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അവൽ റെഡി ആയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സായി നല്ല അടിപൊളിയായിരിക്കുന്നുണ്ട്. നിങ്ങൾ നനച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കുതിരാനായിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് കൂടെ ചേർക്കാം. എല്ലാവരും ചേർക്കണമെന്നില്ല, പക്ഷേ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്ക് നെയ്യ് ചേർക്കുന്നത് നല്ലതായിരിക്കും. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അവിൽ നനച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. ഈ കൊച്ചുങ്ങളൊക്കെയുള്ള വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ടത്. ഇതാകുമ്പോൾ നമുക്ക് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല, എല്ലാം പെട്ടെന്ന് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇതിലൂടെയാണെങ്കിൽ നമ്മുടെ ശർക്കര കാപ്പി, വെള്ളച്ചായ ഇതെല്ലാം നല്ല അടിപൊളി ചേരുകയും ചെയ്യുന്നുണ്ടാവും. ചായയുടെ കൂടെയും മറ്റും കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ വളരെ കുറച്ച് മധുരം ഇട്ടാൽ മതി കേട്ടോ. കാരണം നമ്മൾ ഇതിലും മധുരം ഒരുപാടായി ചായയിലും മധുരം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചായയിൽ മധുരം ഒട്ടും എക്സ്പീരിയൻസും കഴിയില്ല. അപ്പോൾ കുറച്ച് മധുരം ഇട്ടിട്ട് ചായ നല്ല മധുരത്തോടെ എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ ചായയുടെ കൂടെ. അപ്പോൾ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.